ഈ നാഷണൽ അവാർഡ് കിട്ടാൻ ചെമ്മീൻ തോൽപ്പിച്ചതിൽ ഒരു സിനിമ സാക്ഷാൽ ഋത്വിക് ഘട്ടക്കിൻ്റെ സുവർണരേഖയായിരുന്നു. കറൻറ്റിനുള്ള കാശെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലേ ഇത് ഓടിക്കാൻ പറ്റൂ എന്നാണ് അവരാദ്യമേ പറയുന്നത് ഈ പുതിയ പടങ്ങളുമായിട്ട് വരുന്നവരോട്. എനിക്ക് കോഴിക്കോടിൽ നിന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എഴുതിയ ഈ പടത്തെക്കുറിച്ച് എഴുതിയ നിരൂപണവും ഓർമ്മയുണ്ട്. പടം തീരെ കൊള്ളില്ല, ഡോക്ടർ എന്ന നാടകം എഴുതിയ വൈക്കം ചന്ദ്രശേഖരൻ നായർ ഇത്രയും അധപ്പതിക്കുമെന്ന് കരുതിയില്ല, ഇതിലെ പാട്ടുകൾ കൊള്ളാം, പക്ഷേ അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകരുത്, വല്ല ചായക്കടയിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നതാണ് നല്ലത്. ആ ഹൗസ്ഫുൾ സിനിമ കാണാൻ അകത്ത് നമ്മൾ കയറി ചെന്നാൽ 5 പേരായിരിക്കും കാണുക. പിന്നെ എങ്ങനെ അത് ഹൗസ്ഫുള്ളായി? ഈ ജയഭാരതിയുണ്ട്, പി എ ബക്കറുടെ സിനിമയാണ്, എന്നിട്ടും ഈ ആളുകൾക്ക് വന്ന് കയറാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാജയപ്പെടുന്ന സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട്, എന്തോ ഒരു സെൻസ് ഈ പ്രേക്ഷകർക്കുണ്ട്. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഞാൻ വിചാരിക്കും, ഹിന്ദിയിലൊക്കെ ധാരാളം നടന്മാരുണ്ടല്ലോ, തമിഴിൽ പോലും നായക നടന്മാർ പലരും ഉണ്ട്, നമ്മളെക്കാളും ഉണ്ട്. മലയാളത്തിലും പുതിയ പുതിയ നടന്മാർ വരണം, നായകന്മാർ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുകൊണ്ട് ഈ പുതുമുഖം അഭിനയിക്കുന്ന സിനിമ എന്ന് കണ്ടാൽ ഞാൻ മസ്റ്റായിട്ട് ആ സിനിമ കാണാൻ കയറും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ചെന്ന് ആ സിനിമ കാണുമ്പോൾ അടുത്ത ദിവസം മിക്കവാറും ആ സിനിമ പോയിരിക്കും. എങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആർട്ടിസ്റ്റുകളിൽ രക്ഷപ്പെടും എന്ന് തോന്നിയവരില്ല. പ്രസാദ് തീർച്ചയായിട്ടും വേറൊരു രീതിയിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന് നായികയായിട്ട് വന്ന സരസ്വതിയും ഭേദപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു. പക്ഷേ മറ്റ് ചിലരൊക്കെ വന്ന് പോയ ആളുകൾക്ക് അങ്ങനെ സിനിമയിൽ നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ പടങ്ങളെ കാണുമ്പോൾ തന്നെ. പരാജയ പടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ രാഗിണി എന്നൊരു സിനിമ കണ്ടു. ആ സിനിമയിലാണെങ്കിൽ മധു തന്നെ അഭിനയിച്ചിട്ടുണ്ട്, മധു KR വിജയ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് നടൻ ബാലാജി പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൈക്കം ചന്ദ്രശേഖരൻ നായരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ സിനിമ വളരെ ബോറടിപ്പിക്കുന്നതായിരുന്നു. ഞാൻ ഒന്നാം ദിവസം തന്നെ അത് കാണാൻ പോയി. പക്ഷേ വളരെ ആളുകളൊക്കെ പകുതിക്ക് വെച്ച് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രസം എന്ന് വെച്ചാൽ അതിൽ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. എത്ര വർഷമായി ഞാനത് കണ്ടിട്ട്, എത്ര 50 വർഷം ഒക്കെ ആയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിലെ ചില പാട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അന്ന് ആ തിയേറ്ററിൽ വെച്ച് മാത്രമേ ആ പാട്ട് കേട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. പക്ഷേ അത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കാനന തടിനീ തീരത്തെങ്ങോ കണ്ണീർ വാർത്ത ശകുന്തളയെ എന്ന് പറഞ്ഞാണ് അതിൻ്റെ വരികൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പിൽക്കാലത്ത് ഈ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് വളരെ ശ്രമിച്ചു നോക്കി. എനിക്ക് കോഴിക്കോടിൽ നിന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എഴുതിയ ഈ പടത്തെക്കുറിച്ച് എഴുതിയ നിരൂപണവും ഓർമ്മയുണ്ട്. പടം തീരെ കൊള്ളില്ല, ഡോക്ടർ എന്ന നാടകം എഴുതിയ വൈക്കം ചന്ദ്രശേഖരൻ നായർ ഇത്രയും അധപ്പതിക്കുമെന്ന് കരുതിയില്ല, ഇതിലെ പാട്ടുകൾ കൊള്ളാം, പക്ഷേ അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകരുത്, വല്ല ചായക്കടയിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പക്ഷേ ഒരു ചായക്കടയിലും അത് കേട്ടില്ല. ആ പാട്ടുകൾ പ്രചരിച്ചതേ ഇല്ല. റെക്കോർഡ് ഈ അന്നത്തെ ഡിസ്കുകളായിട്ടൊന്നും ഇറങ്ങിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരിടത്തും എങ്ങനെ അന്വേഷിച്ച് കിട്ടിയില്ല. നമ്മുടെ പാട്ടുകളെക്കുറിച്ച് എഴുതുന്ന എഴുത്തുകാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്കും അത് അത്ഭുതമായിരുന്നു, ഇങ്ങനെ പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഗാനരചന ലത, സംഗീതം ഉസ്മാൻ എന്നാണ് കണ്ടത്. ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പം ഈ ലത മറ്റാരുമല്ല, വൈക്കം ചന്ദ്രശേഖരൻ നായർ തന്നെയാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം പാട്ട് എഴുതിയതാണ്. അതുപോലെ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആൾ, ആലപ്പി ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു തബലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതമായിരുന്നു. അദ്ദേഹവും പിന്നീട് അദ്ദേഹത്തെ എങ്ങനെയോ കാണാനില്ലാതായി. അദ്ദേഹത്തിൻ്റെ ആ കഥയും കൂടി വെച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് KG ജോർജ് യവനിക എന്ന സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പാട്ടാണ്. ആ സിനിമ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയി.
പിന്നെ എനിക്ക് വളരെ കൗതുകകരമായിട്ടുള്ളൊരു ഓർമ്മ വരുന്നത് ഓളവും തീരവും എന്ന സിനിമ കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ നിർമ്മാതാവായ പി.എ. ബക്കർ അന്ന് സംവിധായകനായിട്ടില്ല. ബക്കർ വളരെ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ തുടങ്ങിയ ആളാണ്. ജമീലിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട്. അവിടെ നിന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വന്നു, പിന്നീട് പ്രൊഡ്യൂസറായി ഓളവും തീരവും പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം സംവിധായകനാകുന്നത് പവിത്രൻ ചെയ്ത സിനിമയിലൂടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബക്കർ ഈ ഓളവും തീരവും എന്ന പടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായി. ഓളവും തീരവും പോലെ ഇത്രയും മനോഹരമായൊരു സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം പുതിയൊരു സിനിമ എടുക്കുന്നു എന്നറിഞ്ഞിട്ട് മാൻപേട എന്നാണ് സിനിമയുടെ പേര്. അതിൽ പുതുമുഖങ്ങളെന്ന് പറഞ്ഞുകൂടാ. അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജേസിയാണ്. ജേസി പക്ഷേ അന്ന് വേറെ ഒന്നിലും അഭിനയിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 7 രാത്രികൾ എന്നുള്ള ഫിലിം വന്നിട്ടുണ്ട്, അതിലഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. അതല്ലാതെ മറ്റ് പടങ്ങളിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ നായകനായിട്ട് അദ്ദേഹമാണ് വരുന്നത്. ജയഭാരതിയാണ് നായികയായിട്ട് വരുന്നത്. ഈ ആദ്യ ദിവസം തന്നെ അസീസ് എന്നയാളാണ് സംവിധാനം. അദ്ദേഹം നമ്മുടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ബാച്ചിൽ പഠിച്ച ആളാണ്. നല്ല ബോധമുള്ള സിനിമാ ബോധമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്ത് ചെയ്യുക, ഈ സിനിമ വളരെ ഭീകരമായൊരു പരാജയമായിപ്പോയി. ഇതിൻ്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ തിയേറ്ററിൽ ഒരു 15 പേരുണ്ട്. അപ്പോൾ ഭയങ്കര ഇതെങ്ങനെ ആളുകൾ ഇത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഈ ജയഭാരതിയുണ്ട്, പി.എ. ബക്കറുടെ സിനിമയാണ്, എന്നിട്ടും ഈ ആളുകൾക്ക് വന്ന് കയറാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാജയപ്പെടുന്ന സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട്, എന്തോ ഒരു സെൻസ് ഈ പ്രേക്ഷകർക്കുണ്ട്. അത് എല്ലാവരും പറയും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, അതൊന്നും ആവുന്നില്ല. ഫസ്റ്റ് ഡേക്ക് തന്നെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നില്ല. പക്ഷേ അത് ന്യായീകരിക്കപ്പെടുന്നത് പോലെ ഏറ്റവും അധികം ബോറടിപ്പിക്കുന്ന സിനിമയായിട്ട് അത് മാറുകയും ചെയ്യുന്നു. ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ ഒരു കഥയെ അവലംബിച്ചാണ് അത്രേ അത് നിർമ്മിച്ചത്. ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് പിന്നീട് മനസ്സിലായത്, അന്ന് ഈ കർണാടകത്തിൽ സിനിമയ്ക്ക് സബ്സിഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കേരളത്തിൽ സബ്സിഡി കൊടുക്കുന്നതിന് മുമ്പ് കർണാടകത്തിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി എമൗണ്ടിനെ പ്രതീക്ഷിച്ചിട്ടാണ് അത്ര ഇത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കുറച്ചിട്ട് ഈ പടം എടുത്തത്. മാൻപേട എന്നാണ് അതിൻ്റെ പേര്. രസം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അസീസിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കും, അടൂർ ഗോപാലകൃഷ്ണനായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാൻപേട എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടു. അപ്പം അടൂർ പറഞ്ഞു, ഞാനും അത് കണ്ടു, എന്ന് മാത്രമല്ല ഞാൻ വിജയകൃഷ്ണനെ അവിടെ ഇരിക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീട് അദ്ദേഹം ഞാവൽപ്പഴങ്ങൾ എന്ന ചിത്രം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പാണ് അവൾ എന്ന ചിത്രം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജേസിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു ഭീകര പരാജയത്തെക്കുറിച്ച് പറയാം അക്കാലത്തെ. അതാണെങ്കിൽ മുഴുവൻ പേജ് പരസ്യങ്ങളുടെ അകമ്പടിയോടെ വന്ന ഒരു പടമാണ്. അതായത് സാക്ഷാൽ ചെമ്മീൻ കഴിഞ്ഞിട്ട് ബാബു നിർമ്മിക്കുന്ന സിനിമ, രാമു കാര്യാട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, സെയിം ടീം. പക്ഷേ ചെമ്മീനിൽ സത്യനുണ്ടായിരുന്നു, മധു ഉണ്ടായിരുന്നു, കൊട്ടാരക്കര ശ്രീധരൻ നായരുണ്ടായിരുന്നു, ഷീല ഉണ്ടായിരുന്നു. ഇത് പുതുമുഖങ്ങളെ മാത്രം വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. 7 രാത്രികൾ കാലടി ഗോപിയുടെ പ്രസിദ്ധമായ നാടകമാണ്. സംഭവിച്ചത്, അദ്ദേഹം ഈ ചെമ്മീൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവാർഡൊക്കെ കിട്ടിയെങ്കിലും കുറച്ച് ക്രിറ്റിസിസം ഉണ്ടായി, അതും കേരളത്തിന് പുറത്ത് നിന്ന്. അതായത് അദ്ദേഹം തോൽപ്പിച്ചത്, ഈ നാഷണൽ അവാർഡ് കിട്ടാൻ ചെമ്മീൻ തോൽപ്പിച്ചതിൽ ഒരു സിനിമ സാക്ഷാൽ ഋത്വിക് ഘട്ടക്കിൻ്റെ സുവർണരേഖയായിരുന്നു. അപ്പോൾ ആ സുവർണരേഖ എന്ന സിനിമയുടെ മനോഹാരിതയെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ ഇതിനെ വിമർശിക്കുമായിരുന്നു. അതുപോലെ സത്യജിത്രയുടെ സിനിമകൾ, അതൊന്നും കളറൊന്നും അല്ലാത്ത ആ സിനിമകളുടെ കലാപരത ഇതിനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വാശിക്ക് രാമു കാര്യാട്ട് ചെയ്തതാണ്. വലിയ താരങ്ങളെയൊന്നും വയ്ക്കാതെ പുതുമുഖങ്ങളെ മാത്രം വെച്ച് ഒരൊറ്റ ലൊക്കേഷൻ, അതും വാതിൽപ്പുറം,
ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഒത്തുകൂടുന്ന തെണ്ടികളുടെ കഥയാണത്. അപ്പോൾ അത് അദ്ദേഹം എടുത്തപ്പോൾ അത് നാടകമായിപ്പോയി, സിനിമയായില്ല. അതാണ് അതിന് പറ്റിയ കുഴപ്പം. സലീൽ ചൗധരി തന്നെയാണ് സംഗീതം, പക്ഷേ സിനിമ വിജയിച്ചില്ല. JC അതിലൂടെയാണ് വരുന്നത്. കാരണം നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ച ആ റോളിൽ തന്നെയാണ് സിനിമയിൽ അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ അതുവഴി രംഗപ്രവേശം ചെയ്യുന്നത്. അതും പക്ഷേ ഇന്നും നമുക്കറിയാം, 7 രാത്രികളെന്നൊരു സിനിമ ഉണ്ടായിരുന്നതായിട്ട് അറിയാം, എത്ര പരാജയമാണെങ്കിലും. ഇങ്ങനെ പല പടങ്ങളെക്കുറിച്ചും പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാലഘട്ടത്തിൽ പരാജയങ്ങളെന്ന് പറയുന്ന സിനിമകളെക്കുറിച്ച് പോലും ആളുകൾ കേട്ടിരുന്നു. ഇങ്ങനെ ഒരു സിനിമ വന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്നു. അതാണ് പഴയ പരാജയ ചിത്രങ്ങളുടെ കഥ. പുതിയ പരാജയ ചിത്രങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അന്നത്തെ പോലെയല്ല, തിയേറ്ററുകളുടെ അവസ്ഥ മാറി. തിയേറ്ററുകളോടൊപ്പം തന്നെ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു. എന്നാൽ അതേസമയം മാളുകളിൽ ഒക്കെ തിയേറ്ററുകൾ വന്നു തുടങ്ങി. അവിടെയൊക്കെ ധാരാളം സ്ക്രീനുകൾ വന്നു. അങ്ങനെ പ്രദർശിപ്പിക്കാൻ ധാരാളം ഇടം കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഇടം കിട്ടുന്നുണ്ടെങ്കിലും ഈ വരുന്ന സിനിമകളിൽ അത് കാണിക്കണോ വേണ്ടയോ എന്നുള്ള തിയേറ്ററുകൾ, കാരണം അവർക്ക് കറൻറ്റിനുള്ള കാശെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലേ ഇത് ഓടിക്കാൻ പറ്റൂ എന്നാണ് അവരാദ്യമേ പറയുന്നത്, ഈ പുതിയ പടങ്ങളുമായിട്ട് വരുന്നവരോട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ പല ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നിടത്ത് നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ തിയേറ്ററുകാർ പറയും, ഒരു 15 പേരുണ്ടെങ്കിൽ സിനിമ തുടങ്ങാമെന്ന് പറയും. അപ്പം വരുന്ന 3 പേരോട് ഇത് പറയുമ്പോഴേക്ക് ഈ 3 പേര് അവിടെ നിന്നും പോകും. അടുത്ത 3 പേര് വരും. ശരിക്ക് അവരെയൊക്കെ പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരു 15 ആവുമായിരിക്കും. പക്ഷേ ആ 15 ആവുന്നതിന് മുമ്പ് തന്നെ ആളുകളില്ല എന്നുള്ളതിൽ സിനിമ നിർത്തിവെക്കുന്നു. അപ്പം ഇന്നിപ്പോൾ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ ആ സിനിമ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തോടെയാണ് പോകുന്നത്. അത് ഈ പുതുമുഖ സിനിമകൾ മാത്രമല്ല, നമ്മളെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെ സിനിമകളും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. തിയേറ്ററുകൾ കൂടി. അപ്പോൾ തിയേറ്ററുകൾ ഇപ്പോൾ ഒരു 100 തിയേറ്ററുകൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, അതിലൊരു 30 തിയേറ്ററുകളിൽ ഒരു ഷോ പോലും നടന്നിട്ടില്ല. മറ്റേ പോവുകയാണ്. പിന്നെ ഷോ എന്ന് പറയുന്നത് അന്നെന്ന് പറയുമ്പോൾ 3 ഷോ ഉണ്ടാവും. 3 ഷോയിലാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ആദ്യം ഈ ഓലപ്പുരകളൊക്കെ മാത്രമായിരുന്നപ്പോൾ 6:30 9:30 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല തിയേറ്ററുകൾ വന്നപ്പോൾ മാറ്റിനി ഷോ ഇവിടെ തുടങ്ങി. അങ്ങനെ ഒരു 3 ഷോകളായിരിക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പല സമയങ്ങളിൽ പല ഷോകളാണ്. അപ്പോൾ ഈ വരുന്ന സിനിമകൾക്ക് കൊടുക്കുന്നത് ഒരു ഷോ ആയിരിക്കും, ഒരു ദിവസം ഒരു ഷോ. അപ്പോൾ ഇന്ന തിയേറ്ററിൽ ഇന്ന സിനിമ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ആ തിയേറ്ററിൽ വരുന്നത് ഏത് സിനിമയായിരിക്കും എന്ന് പല സിനിമകളായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സിനിമയില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ചില സിനിമകൾ ചിലയിടത്ത് മാത്രമേ റിലീസ് ചെയ്യൂ, എല്ലായിടത്തും റിലീസ് ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ തിയേറ്ററുകളിലേക്ക് വരുന്ന സിനിമകൾ അപൂർവമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു വർഷം 250 സിനിമകളെന്ന് പറയുന്നു. ഈ 250 തിയേറ്ററുകളിലേക്ക് വരുന്നില്ല. ഈ വരുന്നത് ഒരു 150 സിനിമകളാണെന്ന് വെച്ചോളൂ. ആ സിനിമകളിൽ ഒരു 50 എണ്ണമെങ്കിലും തിയേറ്ററിൽ ഒരു ദിവസം പോലും കളിക്കുന്നില്ല. അങ്ങനെ ഈ വരാത്ത 100 എണ്ണത്തിൻ്റെ പേരാർക്കും അറിഞ്ഞുകൂടാ. വന്നിട്ട് ഒരു ദിവസം മാത്രം കളിച്ചു പോകുന്ന സിനിമകളുടെ പേരുകൾ അറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ പരാജയത്തിൻ്റെ ആഴം വളരെ വലുതാണ്. ഈ കാലഘട്ടത്തിൽ സാധ്യതകൾ ധാരാളമുണ്ടെങ്കിലും ആ സാധ്യതകളെക്കാളേറെ പരാജയത്തിനുള്ള സാധ്യതകളാണുള്ളത്. വിജയസാധ്യതകളെക്കാളേറെ പരാജയത്തിൻ്റെ സാധ്യതകൾ ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കളക്ഷൻ്റെ കണക്കുകൾ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന കണക്കുകളിൽ തന്നെയും പലതും ഡിഫറൻ്റാണ്. കാരണം ഒരു പടത്തിന് ഒരു ഫുൾ ഹൗസ് ഓടി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹൗസ്ഫുള്ളായിരുന്നു. പക്ഷേ ആ ഹൗസ്ഫുൾ സിനിമ കാണാൻ അകത്ത് നമ്മൾ കയറി ചെന്നാൽ 5 പേരായിരിക്കും കാണുക. പിന്നെ എങ്ങനെ അത് ഹൗസ്ഫുള്ളായി? അവിടെ ആണ് ചില കള്ളക്കളികളുള്ളത്. ഈ
കറുത്ത പണം വെളുപ്പിക്കുന്നതിൻ്റെ രീതികളുള്ളത്. തിയേറ്ററിലെ ടിക്കറ്റ് മുഴുവൻ ബുക്ക്ഡാണ്, അവന് പൈസ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ തിയേറ്ററുകാർ ഇതിൻ്റെ കളക്ഷൻ്റെ പങ്ക് ഈ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. പക്ഷേ അങ്ങോട്ട് പോയത് കറുപ്പായിരുന്നു, ഇങ്ങോട്ട് വരുന്നത് വെളുപ്പാണ്. അതിനു വേണ്ടിയാണ് ഈ നാടകം. അപ്പോൾ അങ്ങനെ വിജയിച്ചുവെന്ന് നമ്മൾ പറയുന്ന പടങ്ങളിൽ പോലും പലതും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പരാജയ ചിത്രങ്ങളുടെ രീതികളാണ് ഞാൻ പറഞ്ഞത്. പണ്ട് പരാജയം ഈ രീതിയിലായിരുന്നു, ഇന്ന് ഈ രീതിയിലാണ്. അപ്പോൾ അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം.